റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെളുത്ത അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണിത്. ചോറ് തയ്യാറാക്കാനായി എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണിതെല്ലാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കണം. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ നെയ്യ്, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, ഒരു പിടി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി അതിൽ മിക്സ് ഇട്ട് കൊടുക്കണം. കഴുകി വൃത്തിയാക്കിയ അരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറ് വേവുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ചോറ് പകുതി വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ചോറിപ്പോൾ മുക്കാൽ പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. ചോറിപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. കൂടെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. കറി കുറുകി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചെറുതായി അരിഞ്ഞ സവാളയും മൂപ്പിച്ചെടുക്കണം. ചോറിനി മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് വെച്ച ചോറിൻ്റെ പകുതി ഇട്ട് കൊടുത്ത് അതിന് മുകളിലായി കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ബാക്കി ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ച സവാളയും കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് അടച്ച് വെച്ച് ചെറു തീയിൽ വയ്ക്കുക.
ആയിട്ടുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.